Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് O.Henry അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം എഴുതിയ ലാസ്റ്റ് ലീഫ് എന്ന ഷോർട്ട് സ്റ്റോറി നോക്കാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, ആ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് വാഷിങ്ടൺ പടിഞ്ഞാറ് നഗരത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തുള്ള തെരുവുകളെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അത് നമുക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കാം. In a small part of the city west of Washington Square, the streets have gone wild. അപ്പം അവിടെയുള്ള തെരുവുകൾ ഹാവ് ഗോൺ വൈൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ അടുത്ത 2-3 സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. They turn in different directions. They are broken into small pieces called places. One street goes across itself 1 or 2 times. അത് നമ്മൾ ചില ഈ സ്ട്രീറ്റ്സ് തെരുവുകളിലൊക്കെ പോകുമ്പം നമുക്ക് ചില കൺഫ്യൂസിങ്ങും കോംപ്ലിക്കേറ്റഡും ആയിട്ട് തോന്നും. അത് അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെ ബ്രോഡ്വേയിൽ പോയി എന്ന് വെച്ചോ, ഇത് ചെറിയൊരു എക്സാമ്പിളാണ്. നിങ്ങൾ വേറെ സ്ട്രീറ്റുകളിൽ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിങ്ങനെ പാസ് ചെയ്ത് അതേ സ്ട്രീറ്റിൽ തന്നെ നമ്മൾ വന്ന് നിൽക്കുന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അതായത് ഈ മെയ്സ് ലൈക്ക് സ്ട്രീറ്റ് എന്ന് പറയും, MAZD. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമേജ് കിട്ടും, മെയ്സ് ലൈക്ക് സ്ട്രീറ്റ് എങ്ങനെയാണ്. അപ്പോൾ ആ മെയ്സ് ലൈക്ക് സ്ട്രീറ്റാണ് നമ്മുടെ ഗ്രീൻവിച്ച് വില്ലേജിലെ ഈ സ്ട്രീറ്റ്. A painter once discovered some possible and valuable about this street. Suppose a painter had some painting materials for which he had not paid. Suppose a man came to get the money. The man might walk down the street and suddenly meet himself കമ്മിങ് ബാക്ക് വിത്തൗട്ട് ഹാവിങ് റിസീവ്ഡ് എ സെൻ. അതായത് അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു പെയിൻറ്റർ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ വാങ്ങിച്ചെന്ന് വെച്ച ഒരു ആളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ സമയം അയാളുടെ കയ്യിൽ കാശ് കൊടുത്തില്ല. അപ്പം ഈ ഗ്രീൻവിച്ച് വില്ലേജിൽ ഈ സ്ട്രീറ്റിലാണ് ഇയാളുടെ വീടെന്ന് പറഞ്ഞ് ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ ഈ ആൾ, അതായത് കട ഉടമ കാശ് വാങ്ങാൻ വേണ്ടി വരുവാന്ന് വെച്ചോ. അപ്പോൾ ഈ സ്ട്രീറ്റ് അല്ലെ ഈ മെയ്സ് ലൈക്ക് സ്ട്രീറ്റ് ആയതുകൊണ്ട് ഒരേ കൺഫ്യൂഷൻ ആകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ മാൻ മൈറ്റ് വാക്ക് ഡൗൺ ദ സ്ട്രീറ്റ്. അയാൾ നടന്ന് അവിടെ ഇവിടെ എല്ലാം പോയാലും അയാൾ തിരിച്ച് ഒരേ സ്ഥലത്ത് തന്നെ എത്തും. അതായത് അയാൾക്ക് ആ കാശ് ആ പെയിൻറ്ററിൻ്റെ നിന്ന് വാങ്ങാനും ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പെയിൻറ്ററിന് മീൻസ് ഏതൊരു പെയിൻറ്ററായാലും അവിടെ താമസിക്കുന്ന ഏതൊരു പെയിൻറ്ററിനായാലും ഈ സ്ട്രീറ്റ് വാല്യുബിളായിട്ട് കരുതും. കാരണം വെച്ച് കഴിഞ്ഞാൽ കാശ് ആ സമയം കൊടുത്തില്ലെങ്കിലും ആൾ തിരിച്ച് തപ്പി വന്നാലും പിന്നെയും കൊടുക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് പാർട്ട് ഓഫ് ദ സിറ്റി ഈസ് കോൾഡ് ഗ്രീൻവിച്ച് വില്ലേജ്. അപ്പോൾ ഈ സിറ്റിയിലെ ഈ ഒരു സ്ട്രീറ്റിനെയാണ് പറയുന്നത് ഗ്രീൻവിച്ച് വില്ലേജ് എന്ന്. ആൻഡ് ടു ഓൾഡ് ഗ്രീൻവിച്ച് വില്ലേജ് ദ പെയിൻറ്റേഴ്സ് സൂൺ കെയിം. ഹിയർ ദേ ഫൗണ്ട് റൂംസ് ദേ ലൈക്ക് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് അറ്റ് ലോ കോസ്റ്റ്. അത് ഈ ഗ്രീൻവിച്ച് വില്ലേജിൻ്റെ, അതായത് ഓൾഡ് ഗ്രീൻവിച്ച് വില്ലേജിൽ പെയിൻറ്റേഴ്സ് കൂടുതൽ വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട റൂം അവിടെ കിട്ടും, അത് താങ്ങാനുള്ള റൂം കിട്ടും, അതുപോലെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു റൂമായിരിക്കും, അതുപോലെ ലോ കോസ്റ്റിലായിരിക്കും അവർക്ക് താമസിക്കാൻ ഒക്കുന്നത്. സൂ ആൻഡ് ജോൺസി. അപ്പം നമ്മുടെ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സൂ ആൻഡ് ജോൺസി ലിവ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് 3 floors. അപ്പോൾ 3 floors ഉള്ളതിൽ ടോപ്പിലാണ് ഈ സൂവും ജോൺസിയും ജീവിച്ചിരുന്നത്. One of these young women came from Maine and the other from California. അപ്പോൾ ഒരാൾ മെയിൻ എന്നുള്ളിടത്തുനിന്നും ഒരാൾ കാലിഫോർണിയ എന്നുള്ളിടത്തുനിന്നുമാണ് വന്നത്. They had met at a restaurant on 8th Street. അപ്പോൾ അവർ മെറ്റ് ചെയ്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിലാണ്, 8th Streetൽ ഒരു റെസ്റ്റോറൻറ്റിലാണ് മീറ്റ് ചെയ്തത്. There they discovered that they like the same kind of art, the same kind of food, the same kind of clothes, so they decided to live and work together. അപ്പം അവരവിടെ മീറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് സെയിം കൈൻഡ് ഓഫ് ആർട്ട്, അവർക്ക് പെയിൻറ്റിങ് അതാണ് ഇഷ്ടം, അതുപോലെ സെയിം കൈൻഡ് ഓഫ് ഫുഡ് സെയിം കൈൻഡാണ് ഇഷ്ടം, ക്ലോത്ത്സ് എല്ലാം സെയിം ആയിട്ടുള്ള ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. ദാറ്റ് വാസ് ഇൻ സ്പ്രിങ്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രിങ് സമയത്തായിരുന്നു അവർ മീറ്റ് ചെയ്യുന്നതും അവർ ഒരുമിച്ച് താമസിക്കുന്നതെല്ലാം. ടുവേർഡ് വിൻ്റർ എ കോൾഡ് സ്ട്രേഞ്ചർ എൻറ്റേർഡ്. ഇനി വിൻ്റർ സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ടുവേർഡ് വിൻ്റർ എ കോൾഡ് സ്ട്രേഞ്ചർ എൻറ്റേർഡ് ഗ്രീൻവിച്ച് വില്ലേജ്. നോ വൺ കുഡ് സീ ഹിം. ഹി വാക്ക്ഡ് അറൗണ്ട് ടച്ചിങ് one person here and another there with his icy fingers. He was a bad sickness. Doctors called him pneumonia. ഇനി ഈ പാരഗ്രാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂമോണിയ എന്നുള്ള ആ ഡിസീസസിനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കോൾഡ് സ്ട്രേഞ്ചർ ഗ്രീൻവിച്ച് വില്ലേജിൽ വന്നു. ആർക്കും അയാളെ കാണാനൊക്കത്തില്ല. ആ ആളെവിടെ എല്ലായിടത്തും കറങ്ങി എല്ലാ പേഴ്സണും ടച്ച് ചെയ്തതെന്ന് വെച്ചാൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ന്യൂമോണിയ കൊടുത്തു, വേറൊരാൾക്ക് ന്യൂമോണിയ കൊടുത്തു, അങ്ങനെ പാസ്സായി ഡിസീസ് പോയിക്കൊണ്ടിരുന്നു. ആ സിക്നെസ്സിനെയാണ് ഡോക്ടേഴ്സ് എന്തെന്ന് പറയുന്നത്, ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് ദ സിറ്റി
He hurried, touching many people, but in the narrow street of Greenwich Village, he did not move so quickly. അപ്പോൾ ഈ ന്യൂമോണിയ കൂടുതൽ പടർന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് ഓഫ് ദ സിറ്റിയുടെ എഡ്ജിലാണ് കൂടുതൽ പടർന്നത്. പക്ഷേ അത് ഈ നാരോ സ്ട്രീറ്റായ വില്ലേജിൽ പെട്ടെന്ന് പടർന്നില്ല എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. Mr. Pneumonia was not a nice old gentleman. A nice old gentleman would not hurt a weak little woman from California. But Mr. Pneumonia touched Johnsy with his cold fingers. She lay on her bed almost without moving, and she looked through the window at the wall of the house next to hers. അപ്പോൾ ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു ഡിസീസസ്, അതൊരു നൈസ് ജെൻറ്റിൽമാൻ അല്ല എന്നും, ഈ നൈസ് ജെൻറ്റിൽമാൻ അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് ന്യൂമോണിയ നമ്മുടെ ജോൺസിയാണ് കാലിഫോർണിയയിൽ നിന്ന് വന്നത്, മെയിനിൽ നിന്നും ന്യൂമോണിയ പിടിപെട്ടു എന്നും, അതുപോലെ പിടിപെട്ടുകൊണ്ട് ജോൺസി ജസ്റ്റ് ഒരു അനക്കവും ഇല്ലാതെ അത് വെച്ചാൽ വീക്കായിട്ട് ബെഡിൽ തന്നെ കിടക്കുവാണ്. അപ്പോൾ വീക്കായിട്ട് ബെഡിൽ തന്നെ കിടക്കുന്ന ജോൺസി എങ്ങോട്ടാണ് നോക്കുന്നതെന്നറിയാമോ? അവരുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഭിത്തിയിലോട്ട് നോക്കുന്നുണ്ട്. ഷീ ലുക്ക് ത്രൂ ദ വിൻഡോ, ജോൺസിയുടെ വിൻഡോ വഴി നോക്കുവാണ് അവരുടെ അടുത്ത വീടിൻ്റെ ഭിത്തിയിലോട്ട്. One morning, the busy doctor spoke to Sue alone in the hall, where Johnsy could not hear. അപ്പം ഡോക്ടർ വന്ന് അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത ശേഷം ജോൺസി കേൾക്കാതെ സൂവിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഡോക്ടർ സംസാരിക്കുകയാണ് ജോൺസിയെക്കുറിച്ച്. She has a very small chance, he said. She has a chance if she wants to leave. If people don't want to leave, I can't do much for them. Your little lady has decided that she's not going to get well. Is there something that is troubling her? അപ്പോൾ ഡോക്ടർ ചോദിക്കുവാണ്. ആദ്യം ഡോക്ടർ പറയുന്നത് ഷി ഹാസ് എ വെരി സ്മോൾ ചാൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പറയുവാണ് ചാൻസ് ഉണ്ട് ജീവിക്കാൻ, പക്ഷേ ആ ബെഡിൽ കിടക്കുന്ന ആളോട് വിചാരിക്കണം, ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് ആയിരിക്കണം, ഒരു കോൺഫിഡൻറ്റ് വേണം ഞാൻ ജീവിക്കും എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്നാൽ ഐ കാൺ ഡു മച്ച് ഫോർ ദം, എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. യുവർ ലിറ്റിൽ ലേഡി ഹാസ് ഡിസൈഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു വെൽ. അപ്പോൾ ഈ ജോൺസി സ്വന്തമായിട്ട് തന്നെ മനസ്സിൽ തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്ക് അസുഖം മാറത്തില്ല. ഈസ് ദർ സംതിങ് ദറ്റ് ഈസ് ട്രബിളിങ് ഹർ. അപ്പോൾ ഡോക്ടർ ചോദിക്കണം എന്തെങ്കിലും വേറെ എന്തെങ്കിലും മൈൻഡിൽ ഏതെങ്കിലും വിഷമം ഉണ്ടോ, ട്രബിൾ ചെയ്യുന്നുണ്ടോ? ഷീ ഓൾവേസ് വാണ്ടഡ് ടു ഗോ ടു ഇറ്റലി ആൻഡ് പെയിൻറ്റ് എ പിക്ചർ ഓഫ് ദ ബേ ഓഫ് നേപ്പിൾസ്, സെഡ് സൂ. അപ്പോൾ സൂ പറഞ്ഞു ജോൺസിക്ക് ഭയങ്കരമുണ്ട് ഇറ്റലിയിൽ പോകണമെന്നും അതുപോലെ ബേ ഓഫ് നേപ്പിൾസ് പെയിൻറ്റ് ചെയ്യണം, ആ പിക്ചർ പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ സൂവിന് ആഗ്രഹമുണ്ട്. ജോൺസിക്ക് ആഗ്രഹമുണ്ടെന്ന് സൂ പറയുവാണ്. പെയിൻറ്റ് നോട്ട് പെയിൻറ്റ്, ഈസ് ദർ എനിത്തിങ് വർത്ത് ബീങ് ട്രബിൾഡ് അബൌട്ട് എ മാൻ? അപ്പം ഡോക്ടർ പറയുന്നത് പെയിൻ്റ് അല്ല, വേറെ എന്തെങ്കിലും ഒരു മൂല്യമായിട്ടുള്ള എന്തെങ്കിലും ട്രബിൾ ചെയ്യുന്ന വല്ല കാര്യങ്ങളുണ്ടോ, ഏതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എ മാൻ, സെഡ് സൂ. ഈസ് എ മാൻ വർത്ത്? നോ ഡോക്ടർ, ദർ ഈസ് നോട്ട് എ മാൻ. അപ്പോൾ സൂ പറയുവാണ്, തിരിച്ച് ആൻസർ പറയാണ്, മാനോ? ഇല്ല, മാൻ ഒരു വർത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോ ഡോക്ടർ, ദർ ഈസ് നോട്ട് എ മാൻ എന്ന് പറഞ്ഞ് സൂ റിപ്ലൈ കൊടുക്കുവാണ്. It's weakness, said the doctor. I will do all I know how to do. But when a sick person begins to feel that he is going to die, half my work is useless. Talk to her about new winter clothes. If she were interested in the future, her chances would be better. അപ്പോൾ ഡോക്ടർ ഇവിടെ പറയുവാണ്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യും, പക്ഷേ സിക്കായിട്ട് കിടക്കുന്ന ആൾ തന്നെ വിചാരിക്കുവാണ് ഞാൻ മരിക്കാൻ പോവാ എന്നൊരു ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാതി വർക്കും വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ജസ്റ്റ് ജോൺസിയോട് സംസാരിക്കുക ന്യൂ വിൻ്റർ ക്ലോത്ത്സിനെ കുറിച്ചും അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചും. അപ്പം ഷി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്യൂച്ചർ. അപ്പം ചാൻസസ് വുഡ് ബി ബെറ്റർ എന്ന് വെച്ചാൽ ആൾക്ക് ജീവിക്കാനുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ് കാണും. അതുപോലെ ചാൻസസ് ഡോക്ടർ ചെയ്യുന്നതിൻ്റെ വർക്ക്, അത് ഡോക്ടർ കൊടുക്കുന്ന മെഡിസിനും എല്ലാം ഫലിക്കും എന്നർത്ഥത്തിൽ പറഞ്ഞ് നിർത്തുവാണ്. ആൻഡ് ദ ഡോക്ടർ ഹാഡ് ഗോൺ. സൂ വെൻറ്റ് ഇൻ ടു ദ വർക്ക് റൂം ടു ക്രൈ. അപ്പോൾ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞിട്ട് പോയി സൂ വർക്ക് റൂമിൽ പോയി കരഞ്ഞു. Then she walked into Johnsey's room. She carried some of her painting materials and she was singing. അപ്പം സൂ ജോൺസിയുടെ റൂമിലോട്ട് പിന്നെ പോയി. അതുപോലെ പോകാൻ നേരത്ത് സൂവിൻ്റെ പെയിൻറ്റിങ് മെറ്റീരിയൽസൂടെ കൊണ്ടുപോയി അങ്ങനെ പാട്ട് പാടി ചെറുതായിട്ട് പാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Johnsy lay there, very thin and very quiet. Her face was turned toward the window. She stopped singing, thinking that Johnsy was asleep. അപ്പം ജോൺസി അവിടെ കിടക്കുവാണ്, നല്ല ക്ഷീണിച്ച് ഭയങ്കര ക്വയറ്റായിട്ട് കിടക്കുവാണ്. അതുപോലെ ഫേസ് ജനലിൻ്റെ നേരെ ടേൺ ചെയ്ത് കിടക്കുവാണ് ജോൺസി. അപ്പം സൂ കയറിയപ്പോൾ സൂ വിചാരിച്ചു ഓക്കെ ജോൺസി ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും എന്ന് ചോദിച്ച് സൂ പാടിക്കൊണ്ടിരുന്ന പാട്ടൊക്കെ നിർത്തി. She began to work. As she worked, she heard a low sound again and again. She went quickly to the bedside. Johnsey's eyes were opened wide. She was looking out the window and counting back. അപ്പം നമ്മുടെ സൂ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ലോ സൗണ്ട് കേട്ട് ഇങ്ങനെ എഗൻ ആൻഡ് എഗൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം സൂ എന്ത് ചെയ്ത് നമ്മുടെ ജോൺസിയുടെ ബെഡിൻ്റെ അരികിലോട്ട് പോയി
അപ്പോൾ നോക്കിയപ്പോൾ ജോൺസി കണ്ണ് തുറന്ന് കിടക്കുവാണ്. അപ്പം ജോൺസി എന്താ വിൻഡോയിലോട്ട് നോക്കി ബാക്കിൽ കൗണ്ട് ചെയ്യുവാണ്. 12, she said, and a little later 11, then 10, and 9, and then 8, and 7, almost together. 8 and 7 almost together. She looked out the window. What was there to count? There was only the side wall of the next house, a short distance away. The wall had no window. An old tree grew against the wall. The cold breath of winter had already touched it. Almost all its leaves had fallen from its dark branches. അപ്പം നമ്മുടെ ജോൺസി കൗണ്ട് ചെയ്യുവാണ് 12 എന്നിട്ട് ബാക്കിൽ കൗണ്ട് ചെയ്യണം 11, 10, 9, 8, 7 എന്നൊക്കെ കൗണ്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വിൻഡോ വഴി നോക്കി എന്തു ഈ കൗണ്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു വോൾ മാത്രമേ കാണുന്നുള്ളൂ അവിടെ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ. അപ്പോൾ ആ വോളിനാണെങ്കിൽ വിൻഡോയും ഇല്ല. അതിൻ്റെ അടുത്തായിട്ട് ഒരു ട്രീ, അതായത് ഓൾഡ് ട്രീ നിൽപ്പുണ്ട്. അതായത് അതുപോലെ ആ വിൻ്റർ സമയമാണ്, അതുകൊണ്ട് തന്നെ ദ കോൾഡ് ബ്രെത്ത് ഓഫ് വിൻ്റർ ഹാഡ് ഓൾറെഡി ടച്ച്ഡ് ഇറ്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ വിൻ്റർ സമയമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ട്രീയുടെ ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുവാണ്. സോ ഓൾമോസ്റ്റ് ഓൾ ഇറ്റ്സ് ലീവ്സ് ഹാഡ് ഫോളൻ ഫ്രം ഇറ്റ്സ് ഡാർക്ക് ബ്രാഞ്ചസ്. വാട്ട് ഇസ് ഇറ്റ് ഡിയേഴ്സ് ആസ്ക്ഡ് സൂ. അപ്പോൾ സൂ പെട്ടെന്ന് ചോദിച്ചു, എന്താ ഡിയർ എന്ന് ചോദിച്ചു. 6 said Johnsy in a voice still lower. അപ്പോൾ കുറച്ചുകൂടെ വോയിസ് പതുക്കെ പറഞ്ഞ് 6 നമ്പർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. They are falling faster now. 3 days ago there were almost 100. It hurt my heart to count them, but now it's easy. There goes another one. There are only 5 now. അപ്പം നമ്മുടെ ജോൺസി ആൻസർ പറയുവാണ്, they are falling faster എന്ന് വെച്ചാൽ ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. 3 ദിവസത്തിന് മുമ്പ് ഒരു 100 ലീവ്സ് ഉണ്ടായിരുന്നു ആ മരത്തിൽ. ഇപ്പം നോക്കിയാൽ ആ ട്രീയിലുണ്ടായിരുന്നു. ഇപ്പം നോക്കിക്കുക. അപ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇറ്റ് ഹേർട്ട് മൈ ഹെഡ് ടു കൗണ്ട് ദം, ബട്ട് നൗ എനിക്കിപ്പോൾ ഈസിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൊഴിഞ്ഞ് ഇപ്പം 5 എണ്ണവേ ഉള്ളൂ. 5. വാട്ട് ഡിയർ ടെൽ യുവർ സൂ. അപ്പം 5 നിൻ്റെ സൂവിനോട് പറ. നമ്മൾ പറയത്തില്ല എന്നോട് പറ എന്ന് പറയത്തില്ല, അതുപോലെ പറയുവാണ്. പറ. ലീവ്സ് ഓൺ ദ ട്രീ വെൻ ദ ലാസ്റ്റ് വൺ ഫോൾസ് ഐ മസ്റ്റ് ഗോ ടു. ഐ ഹാവ് നോൺ ദറ്റ് ഫോർ 3 days. ഡിഡിൻ ദ ഡോക്ടർ ടെൽ യു. അപ്പം നമ്മുടെ ജോൺസി പറയുവാണ്, ട്രീയിലെ ലീവ്സിനെ കുറിച്ചാണ് ഞാൻ ഈ കൗണ്ട് ചെയ്തതാണ് ഈ പറഞ്ഞത്. ഈ ലാസ്റ്റ് ലീഫ് വീഴുമ്പം ഞാനും മരിച്ചു പോകും, ഡോക്ടർ പറഞ്ഞില്ലേ എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് 3 days മുമ്പേ അറിയാമായിരുന്നു എന്നും ജോൺസി പറയുന്നുണ്ട്. ഓ, ഐ നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ് സെഡ് സൂ. ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, സൂ പറയുവാണ്. ഇറ്റ് ഡസൻ ഹാവ് എനി സെൻസ് ഇൻ ഇറ്റ്. വാട്ട് ഡസ് ആൻ ഓൾഡ് ട്രീ ഹാവ് ടു ഡു വിത്ത് യു ഓർ വിത്ത് യു ഗെറ്റിംഗ് വെൽ ആൻഡ് യു യൂസ് ടു ലവ് ദാറ്റ് ട്രീ സോ മച്ച്. ഡോണ്ട് ബി ലൈക്ക് എ ലിറ്റിൽ ഫുൾ. അപ്പം നമ്മുടെ സൂ പറയുവാണ്, അത് ഒരു സെൻസ് ഇല്ലാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഈ ട്രീയും നീയും തമ്മിൽ എന്താ ബന്ധം? മീൻസ് നീയും ആ ട്രീയും നിനക്ക് അസുഖം മാറുന്നതും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. ഓ, യു ലവ് ദ ട്രീ സോ മച്ച്. നിനക്ക് അത്രയും ട്രീയെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ, ഒരു പോലെ സംസാരിക്കാതെ എന്നാണ് പറയുന്നത്. The doctor told me your chances for getting well. He told me this morning. He said you had very good chances. Try to eat a little now and then I will go back to work and then I can sell my picture and then I can buy something for you to eat and to make you strong. അപ്പം നമ്മുടെ സൂ ജോൺസിക്ക് എൻകറേജ് കൊടുക്കുവാണ്, പറയുവാണ്. ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞത് നല്ല ചാൻസസ് ഉണ്ടെന്നാണ് ഇന്ന് രാവിലെയും പറഞ്ഞത്. ട്രൈ ടു ഈറ്റ് എ ലിറ്റിൽ നോ. അപ്പം സൂ പറയുവാണ്, കുറച്ച് എന്തെങ്കിലും കഴിക്ക്. നീ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോകാം. വർക്ക് ചെയ്ത് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്ത് അത് വിറ്റിട്ട് വേണം എനിക്ക് എന്തെങ്കിലും നിനക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയുവാണ്. ടു മേക്ക് യു സ്ട്രോങ്. കഴിക്കുമ്പോൾ സ്ട്രോങ് ആവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ക്യാൻ ബൈ സംതിങ് ഫോർ യു ടു ഈറ്റ് ടു മേക്ക് യു സ്ട്രോങ്. യു ഡോണ്ട് ഹാവ് ടു ബൈ എനിത്തിങ് ഫോർ മീ സെഡ് ജോൺസി. അപ്പോൾ ജോൺസി പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങണ്ട. ഷി സ്റ്റിൽ ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ. ദർ ഗോസ് അനദർ വെച്ചാൽ അടുത്ത ലീഫ് വീണു. നോ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ്. നൗ ദർ ആർ 4. ഐ വോണ്ട് ടു സീ ദ ലാസ്റ്റ് വൺ, അതായത് ലാസ്റ്റ് ലീഫ് ഫോൾ ബിഫോർ നൈറ്റ്, ദെൻ ഐ വിൽ ഗോ ടു. അപ്പം നമ്മുടെ ജോൺസിയുടെ മൈൻഡ് ആകെ ഡിപ്രസ്ഡാണ്. ജോൺസി പറയുകയാണ്, അടുത്ത ലീഫ് വീണു, എനിക്കൊന്നും കഴിക്കാൻ വേണ്ട, എനിക്ക് ലാസ്റ്റ് ലീഫ് വീഴുന്ന കണ്ട് അതായത് ഞാൻ ആ സമയം മരി എന്ന അർത്ഥത്തിൽ പറയുവാണ്. Johnsy dear, said Sue, will you promise me to close your eyes and keep them closed? Will you promise not to look out the window until I finish working? I must have this picture ready tomorrow. I need the light. I can't cover the window. അപ്പോൾ ജോൺസിയോട് പറയണം, ഡിയർ ജോൺസി, നീ എനിക്കൊരു പ്രോമിസ് തരുമോ? നീ ആ കണ്ണൊന്ന് അടച്ചു വെക്കുമോ, ക്ലോസ് ചെയ്ത് വെക്കുമോ? ഞാൻ ജസ്റ്റ് എൻ്റെ വർക്കൊന്ന് ഫിനിഷ് ചെയ്യുന്ന വരെ എനിക്ക് ഈ പിക്ചർ റെഡിയാക്കി നാളെ കൊടുക്കാനുള്ളതാണ്. അതുപോലെ ലൈറ്റ് എനിക്ക് ഇനഫായിട്ടുള്ള വേണം. അത് ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ പിക്ചർ കംപ്ലീറ്റ് ആക്കാനൊക്കത്തുള്ളൂ, വരയ്ക്കാനൊക്കത്തുള്ളൂ. എനിക്ക് ഐ കാൺ കവർ ദ വിൻഡോ, അതുകൊണ്ട് കണ്ണൊന്ന് അടച്ചു വെക്കുമോ എന്ന് പറയുവാണ്. Couldn't you work in the other room? asked Johnsy coldly. അപ്പം
അപ്പോൾ പെട്ടെന്ന് ജോൺസി ഒരു അൺഫ്രണ്ട്ലി മാനറിൽ ഒരു ലാക്ക് ഓഫ് അഫെക്ഷൻ ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് പറഞ്ഞ് വേറെ റൂമിൽ പോയിരുന്ന് വർക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുക. ഐ ഹാഡ് റാദർ ബി ഹിയർ ബൈ യു സെഡ് സു. അപ്പം ഞാനിവിടെ ജോൺസിൻ്റെ കൂടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സു പറയുവാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് യു ടു ലുക്ക് അറ്റ് ദോസ് ലീവ്സ്. അതുപോലെ എനിക്ക് നീ ആ ലീവ്സ് അങ്ങോട്ട് നോക്കണ്ട എന്നും പറയുവാണ്. ടെൽ മീ ആസ് സൂൺ ആസ് യു ഹാവ് ഫിനിഷ് സെഡ് ജോൺസി. അപ്പോൾ ജോൺസി പറയുന്നത് നീ സ്പീഡ് ഫിനിഷ് വർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറ എന്ന് വെച്ചാൽ നീ പോകുമ്പം ജോൺസിക്ക് എന്താണ് ആ വിൻഡോ വഴി ആ ട്രീയിലോട്ട് നോക്കണം. ഷീ ക്ലോസ്ഡ് യുവർ ഐസ് ആൻഡ് ലേ വൈറ്റ് ആൻഡ് സ്റ്റിൽ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ജോൺസി കണ്ണൊക്കെ അടച്ചിങ്ങനെ കിടന്ന്. ബിക്കോസ് ഐ വോണ്ട് ടു സീ ദ ലാസ്റ്റ് ലീഫ് ഫോൾ. ഐ ഹാവ് ഡൺ ഇനഫ് വെയിറ്റിംഗ്. ഐ ഹാവ് ഡൺ ഇനഫ് തിങ്കിങ്. ഐ വാണ്ട് ടു ഗോ സെയിലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ ലൈക്ക് വൺ ഓഫ് ദോസ് ലീവ്സ്. ജോൺസി പറയുവാണ്, എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, എനിക്ക് കാണണം ആ ലാസ്റ്റ് ലീഫ് താഴെ വീഴുന്നത്. ഞാൻ നിറയെ നേരം വെയിറ്റ് ചെയ്തു, ഞാൻ നിറയെ നേരം ആലോചിച്ചു, എനിക്കും ആ ലാസ്റ്റ് ലീഫ് വീഴുന്ന പോലെ സെയിലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ വെച്ചാൽ ആ മരണത്തിലോട്ട് പോകണം എന്നുള്ളത് പറയുവാണ് നമ്മുടെ ജോൺസി. ട്രൈ ടു സ്ലീപ്പ് സെഡ് സു. അപ്പോൾ സു പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്യ് ഉറങ്ങാൻ വേണ്ടി. ഐ മസ്റ്റ് കോൾ ബെർമാൻ ടു കം അപ്പ് ഹിയർ. അപ്പോൾ ബെർമാൻ എന്നൊരു പെയിൻറ്റർ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെ മേലോട്ട് കൊണ്ടുവരണം, അത് ഇവരുടെ റൂമിലോട്ട് കൊണ്ടുവരണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു പെയിൻറ്റ് എ മാൻ ഇൻ ദിസ് പിക്ചർ ആൻഡ് ഐ വിൽ മേക്ക് ഹിം ലുക്ക് ലൈക്ക് ബെർമാൻ. അപ്പോൾ എനിക്ക് ഒരു പിക്ചർ ഈ പിക്ചറിനകത്ത് ഒരു മാനിൻ്റെ മോഡൽ മീൻസ് മാനിനെ പെയിൻറ്റ് ചെയ്യണം. അപ്പം ആ മാനിൻ്റെ മോഡലായിട്ട് ബെർമാനെ പെയിൻറ്റ് ചെയ്യണം. അതിന് ബെർമാനെ വിളിച്ചിട്ട് വരണം. ഐ വോണ്ട് ബി ഗോൺ എ മിനിറ്റ്. ഡോണ്ട് ട്രൈ ടു മൂവ് ടിൽ ഐ കം ബാക്ക്. ഈ ഐ വോണ്ട് ബി ഗോൺ എ മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി, ഐ വിൽ കം ഫാസ്റ്റ്. അതാണ് ഐ വോണ്ട് ബി ഗോൺ എ മിനിറ്റ് എന്ന് പറയുന്നത്. ഡോണ്ട് ട്രൈ ടു എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വരും. ഐ ഡോണ്ട് ട്രൈ ടു മൂവ് ടിൽ ഐ കം ബാക്ക്. അപ്പം ഞാൻ വരുന്നവരേക്കും മൂവ് ആവരുത്, നീ അങ്ങനെ തന്നെ കണ്ണടച്ച് അനങ്ങാതെ കിടന്നോളണം. ഓൾഡ് ബെർമാൻ വാസ് ഇനി ഓൾഡ് ബെർമാനെ കുറിച്ച് പറയുവാണ്. ഓൾഡ് ബെർമാൻ വാസ് എ പെയിൻറ്റർ ഹു ലിവ്ഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് ദ ഹൗസ്. അപ്പോൾ അവർ മേളിലല്ലേ ടോപ്പിലല്ലേ ഈ ഓൾഡ് മാൻ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുവാണ്. ഹി വാസ് പാസ് 60 എന്ന് വെച്ചാൽ അറ്റ് ദ ഏജ് ഓഫ് 60, ഒരു 60 വയസ്സ് ആ ഒരു ഏജ് ഉണ്ട്. ഹി ഹാഡ് നോ സക്സസ് ആസ് എ പെയിൻറ്റർ. അപ്പോൾ ഈ ഒരു പെയിൻറ്ററാണ്, പക്ഷേ അദ്ദേഹം വലിയ സക്സസ് ആയിട്ടില്ല. ഫോർ 40 years ഹി ഹാഡ് പെയിൻറ്റഡ് വിത്തൗട്ട് എവർ പെയിൻറ്റിങ് എ ഗുഡ് പിക്ചർ. അത് 40 വർഷം അയാൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഗുഡ് പിക്ചർ, അയാളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന രീതിയിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഹി ഹാഡ് ഓൾവേസ് ടോക്ഡ് ഓഫ് പെയിൻറ്റിങ് എ ഗ്രേറ്റ് പിക്ചർ, എ മാസ്റ്റർ പീസ്, ബട്ട് ഹി ഹാഡ് നെവർ ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് അവർ ചെയ്തതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള പെയിൻറ്റിങ് എന്നൊക്കെ പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെയും ചെയ്തിട്ടില്ല. ഹി ഗോട്ട് എ ലിറ്റിൽ മണി ബൈ ലെറ്റിംഗ് അതേഴ്സ് പെയിൻറ്റ് പിക്ചേഴ്സ് ഓഫ് ഹിം. അപ്പോൾ അയാൾക്ക് കുറച്ച് മണി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ 60 വയസ്സായി. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ മണി കുറച്ച് കിട്ടുന്നതെന്ന് വെച്ചാൽ വേറെ ആളുകൾ വന്ന് അയാളെ പെയിൻറ്റ് ചെയ്യും. അത് വില ഇപ്പം നമ്മുടെ സു അയാളെ വിളിച്ചിട്ട് വരുന്നില്ലേ, ഒരു മനുഷ്യൻ്റെ മനുഷ്യനെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ മോഡലായിട്ട് ബെർമനെ എടുക്കുന്നില്ലേ, അതേമാതിരി ബാക്കി വേറെ ആളുകൾ അദ്ദേഹത്തിന് ഒരു മോഡലായിട്ട് എടുക്കുമ്പോൾ കുറച്ച് മണി കിട്ടും. ഹി ഡ്രാങ്ക് ടു മച്ച്, നിറയെ കുടിക്കുമായിരുന്നു. ഹി സ്റ്റിൽ ടോക്ഡ് ഓഫ് ഹിസ് ഗ്രേറ്റ് മാസ്റ്റർ പീസ്. അയാൾക്ക് ഭയങ്കര ആഗ്രഹം മാസ്റ്റർ പീസ് വരയ്ക്കണമെന്ന്, പക്ഷേ ഇതുവരെ വരച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കും. ആൻഡ് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് സ്പെഷ്യൽ ഡ്യൂട്ടി ടു ഡു എവറിത്തിങ് പോസിബിൾ ടു ഹെൽപ്പ് സു ആൻഡ് ജോൺസി. അതേപോലെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഈ സുവും ജോൺസി ഒറ്റയ്ക്കല്ലേ വേണ്ടി താമസിക്കുന്നത്, അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളും, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി പേഴ്സൺ ആണ് താനെന്നൊക്കെ അയാൾ വിശ്വസിച്ചിരുന്നു. ആൻഡ് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് സ്പെഷ്യൽ ഡ്യൂട്ടി ടു ഡു എവറിത്തിങ് പോസിബിൾ ടു ഹെൽപ്പ് സു ആൻഡ് ജോൺസി. Sue found him in his dark room and she knew that he had been drinking. She could smell it. She told him about Johnsy and the leaves on the vine. She said that she was afraid that Johnsy would indeed set down like the leaf. Her hold on the world was growing weaker. അപ്പോൾ സു നമ്മുടെ ബെർമാനെ ഒരു ഡാർക്ക് റൂമിൽ, അതായത് അട റൂം ഡാർക്കായിട്ടാണ് വിവരിക്കുന്നത്, കാണുന്നു. അപ്പം നമ്മുടെ സൂക്ക് അറിയാൻ അയാൾ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിന് സ്മെൽ സുവിന് കിട്ടി ചെന്നപ്പോൾ തന്നെ. അപ്പോൾ സു ചെന്നതും ജോൺസിയെക്കുറിച്ചും ജോൺസിയുടെ ആ ലീവ്സ് ഫോൾ ചെയ്യുന്ന ആ സംസാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ സു പറയുന്നുണ്ട് ജോൺസി ഇങ്ങനെ സെയിൽ ഡൗൺ ലൈക്ക് ലീഫ്. സു പറയുവാണ് ജോൺസിക്ക് ആ ഒരു ഒരു ഒപ്റ്റിമിസ്റ്റം ഇല്ല, അതായത് ശുഭാപ്തി വിശ്വാസം ഇല്ല, ലൈഫിലോട്ട് തിരിച്ചു വരുന്നു. അതാണ് ഹെർ ഹോൾഡ് ഓൺ ദ വേൾഡ് വാസ് ഗ്രോയിങ് വീക്ക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾഡ് ബെർമാൻ ഷൗട്ടഡ് ഹീസ് ആങ്കർ ഓവർ സച്ച് ആൻ ഐഡിയ. അപ്പോൾ ഓൾഡ് മാൻ ഇത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. വാട്ട് ഹി ക്രൈഡ്, ആർ ദർ സച്ച് ഫൂൾസ്? ഡു പീപ്പിൾ ഡൈ ബിക്കോസ് ലീവ്സ് ഡ്രോപ്പ് ഓഫ് എ ട്രീ? ഐ ഹാവ് നോ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. നോ, ഐ വിൽ നോട്ട് കം അപ്പ് ആൻഡ് സ്റ്റിൽ വൈൽ യു മേക്ക് എ പിക്ചർ ഓഫ് me. Why do you allow her to think such a thing, the poor little Johnsy?
അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഓൾഡ് ബർമാൻ ദേഷ്യം വന്നു. അപ്പോൾ ഓൾഡ് ബർമാൻ പറഞ്ഞു, ഇങ്ങനെ ഫൂളായിട്ട് എന്തിനാണ് ചിന്തിക്കുന്നത്, ഒരു ലീഫ് വീഴുമ്പോൾ താൻ മരിക്കും, അങ്ങനെ ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, ഞാൻ വരത്തില്ല. ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നോ ഐ വിൽ നോട്ട് കം അപ്പ്. ഇല്ല, ഞാൻ പിക്ചർ വരയ്ക്കാൻ അടുത്ത് വരുത്തി. ദേഷ്യം കൊണ്ട് അയാൾ ഇങ്ങനെ പറയുവാണ്. ഷീ ഈസ് വെരി സിക്ക് ആൻഡ് വീക്ക് സെഡ് സു. അപ്പോൾ സൂ പറയാണ്, ഷീ ഈസ് വെരി സിക്കാണ്, ഭയങ്കര വീക്കാണ്. ദ സിക്നെസ് ഹാസ് പുട്ട് ദീസ് സ്ട്രേഞ്ച് ഐഡിയാസ് ഇൻ ടു ഹെർ മൈൻഡ്. മിസ്റ്റർ ബർമാൻ, ഇഫ് യു വോണ്ട് കം യു വോണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് യു ആർ വെരി നൈസ്. അപ്പം സൂ എന്തിനാ ഇവിടെ വന്നത്, ബർമാനെ വിളിച്ചിട്ട് പോകാനാണ്. അപ്പോൾ പറയണം, ഇപ്പം നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് നൈസ് എന്ന് പറയുവാണ്. അതുപോലെ പറയുന്നുണ്ട്, ഈ സ്ട്രേഞ്ച് ഐഡിയാസൊക്കെ നമ്മുടെ ജോൺസിയുടെ തലയിലോട്ട് ഹെഡിലോട്ട് കയറാൻ കാര്യം ഈ സിക്നെസ് വന്നത് കാരണമാണ് ഇതിങ്ങനെയെല്ലാം സംഭവിച്ചത്. This is like a woman, shouted Berman. Who said I will not come? Go, I come with you. For half an hour I have been trying to say that I will come. God, this is not any place of someone as good as Johnsy to lie sick. അപ്പോൾ ബർമാൻ പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ വരില്ല എന്ന്? ഞാൻ വരും. ഞാൻ ജസ്റ്റ് ഐ കം വിത്ത് യു. ഫോർ ഹാഫ് ആൻ അവർ ഐ ഹാവ് ബീൻ ട്രൈങ് ടു സേ ദാറ്റ് ഐ വിൽ കം. ഞാൻ വരാമെന്നാണ് പറഞ്ഞു ഉദ്ദേശിച്ചത് എന്ന് ബർമാൻ പറഞ്ഞ് സൂവിനെ സമാധാനപ്പെടുത്തുക. Someday I shall paint my masterpiece and we shall go away from here. God, yes. അപ്പം ഇയാൾ പറയുവാണ്, ഞാൻ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എൻ്റെ മാസ്റ്റർ പീസ്, അതായത് പെയിൻറ്റിങ്, നല്ലൊരു പെയിൻറ്റിങ് വരയ്ക്കും, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മാറാം എന്ന് പറയുവാണ്. ജോൺസി വാസ് സ്ലീപ്പിംഗ് വെൻ ദേ വെൻറ്റ് അപ്പ്. ഷീ കവേർഡ് ദ വിൻഡോ ആൻഡ് ടുക്ക് ബർമാൻ ഇൻ ടു ദ അതർ റൂം. അപ്പം അവർ മേലോട്ട് ചെന്നപ്പോൾ കണ്ടത് ജോൺസി ഉറങ്ങുവാണ്. അപ്പം നമ്മുടെ സൂ വിൻഡോ കവർ ചെയ്ത് ഇൻ ടു ദ അതർ റൂം, അടുത്ത റൂമിലോട്ട് പോയി ബർമാനുമായിട്ട്. They looked out the window fearfully at the tree. Then they looked at each other for a moment without speaking. A cold rain was falling with a little snow in it too. അപ്പം അവർ അടുത്ത റൂമിലോട്ട് പോയി ആ വിൻഡോ വഴി അവർ ആ ട്രീയെ നോക്കണം. ട്രീയെ ഫിയർഫുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓരോ ലീഫും വീഴുന്നത് നോക്കി നമ്മുടെ ജോൺസി ഇരിക്കുവാണ്. അതുകൊണ്ടാണ് അവർ ഫിയർഫുള്ളി ആ ട്രീയെ നോക്കുന്ന ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഒന്നും സംസാരിച്ചില്ല. കോൾഡ് റെയിൻ, നല്ല തണുപ്പാണ്, റെയിൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറുതായിട്ട് സ്നോയും വീഴുന്നുണ്ട്. ബർമാൻ സാറ്റ് ഡൗൺ ആൻഡ് സൂ ബിഗാൻ ടു പെയിൻറ്റ്. അപ്പോൾ ബർമാൻ ഇരുന്നു, സൂ വരയ്ക്കാൻ തുടങ്ങി. ഷീ വർക്ക് ത്രൂ മോസ്റ്റ് ഓഫ് ദ നൈറ്റ്. അപ്പോൾ രാത്രി ഫുള്ള് വർക്ക് ചെയ്തു. ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ആൻ അവർ സ്ലീപ്പ് ഷീ വെൻറ്റ് ടു ജോൺസീസ് ബെഡ്. അപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങിക്കാണും. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പം ജോൺസിയുടെ ബെഡിൻ്റെ അടിയിലോട്ട് പോയി. ജോൺസി വിത്ത് വൈഡ് ഓപ്പൺ ഐസ് വാസ് ലുക്കിംഗ് ടുവേർഡ് ദ വിൻഡോ. ഐ വോണ്ട് ടു സീ, ഷീ ടോൾഡ് സൂ. അപ്പോൾ ജോൺസി ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ആ വിൻഡോയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിൻഡോ ഓൾറെഡി നമ്മുടെ സൂ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അപ്പം നമ്മുടെ ജോൺസി പറഞ്ഞ്, ഐ വോണ്ട് ടു സീ, എനിക്ക് കാണണം എന്ന് വെച്ചാൽ വിൻഡോ തുറക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷീ ടുക്ക് ദ കവർ ഫ്രം ദ വിൻഡോ. അപ്പോൾ സൂ ടുക്ക് ദ കവർ ഫ്രം ദ വിൻഡോ. അപ്പോൾ സൂ കവറെല്ലാം മാറ്റി. ബട്ട് ആഫ്റ്റർ ദ ബീറ്റിംഗ് റെയിൻ ആൻഡ് വൈൽഡ് വിൻഡ് ദാറ്റ് ഹാസ് നോട്ട് സ്റ്റോപ്ഡ് ത്രൂ ദ ഹോൾ നൈറ്റ്, ദർ സ്റ്റിൽ വാസ് വൺ ലീഫ് ടു ബി സീൻ അഗൈൻസ്റ്റ് എ വാൾ. ഇറ്റ് വാസ് എ ലാസ്റ്റ് ഓൺ ദ ട്രീ. അപ്പം കഴിഞ്ഞ രാത്രി, അത് തലേന്നുള്ള രാത്രി ഭയങ്കര മഴയായിരുന്നു, നല്ല വിൻഡ് ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ രാത്രി ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരേ ഒരു ലീഫ് താഴെ വീഴാതെ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇറ്റ് വാസ് എ ലാസ്റ്റ് ലീഫ് ഓൺ ദ ട്രീ. അതാണ് അവിടെ ആ ട്രീയിലെ ആ വൈനിലെ ലാസ്റ്റ് ലീഫ്. ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഗ്രീൻ നിയർ ദ ബ്രാഞ്ച്, ബട്ട് അറ്റ് ദ എഡ്ജസ് ഇറ്റ് വാസ് ടേണിംഗ് യെല്ലോ വിത്ത് ഏജ്. അത് ഇനി ആ ലീഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ലീഫ് ഡാർക്ക് ഗ്രീനിലുണ്ട്, പക്ഷേ അതിൻ്റെ എഡ്ജിൽ ഒരു ചെറിയ യെല്ലോ, അതായത് ഈ ഇല പഴുത്ത് വീഴുന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആ ഒരു യെല്ലോ അവിടെ ഉണ്ട് ആ ഒരു ലീഫിൽ. ദർ ഇറ്റ് വാസ് ഹാങ്ങിങ് ഫ്രം എ ബ്രാഞ്ച് നിയർലി 20 feet above the ground. ഇനി അതിങ്ങനെ അത് ആ ബ്രാഞ്ചിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. എന്നുവെച്ചാൽ ഫിക്സ് ആയിട്ട്, അത് മീൻസ് ആ ഒരു ലീഫ് മാത്രം ഉണ്ട് അവിടെ എന്ന് പറയുവാണ്. ഇറ്റ് ഈസ് എ ലാസ്റ്റ് വൺ സെഡ് ജോൺസി. അപ്പോൾ ജോൺസി പറഞ്ഞു, ആ ഒരു ലീഫാണ് ലാസ്റ്റ് വൺ. ഐ തോട്ട് ഇറ്റ് വുഡ് ഷുവർലി ഫോൾ ഡ്യൂറിങ് ദ നൈറ്റ്. ഐ ഹേർഡ് ദ വിൻഡ്. ഇറ്റ് വിൽ ഫോൾ ടുഡേ ആൻഡ് ഐ ഷാൽ ഡൈ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ പറയുവാണ്, ഞാൻ ഇന്നലെ ഐ തോട്ട് ഇറ്റ് വുഡ് ഷുവർലി ഫോൾ ഡൗൺ. ഞാൻ വിചാരിച്ചു നൈറ്റിൽ അത് വീഴുമെന്ന്, കാരണം വിൻഡിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. ഓക്കെ, ഇന്നത് താഴെ വീഴും, ഞാനും മരിക്കും എന്ന് ജോൺസി പറയുവാണ്. ഡിയർ ജോൺസി സെഡ് സൂ. അപ്പോൾ സൂ പറയുവാണ്, തിങ്ക് ഓഫ് മീ, ഇഫ് യു വോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് വാട്ട് വുഡ് ഐ ഡു. അപ്പം ജോൺസിയോട് സൂ പറയുവാണ്, എന്നെക്കുറിച്ചുകൂടെ ആലോചിക്കുക. ഇഫ് യു വോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ്, നിന്നെക്കുറിച്ചുകൂടെ ചിന്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂവിന് ജോൺസി അല്ലാതെ വേറൊരു ഫ്രണ്ട് ഇല്ല. ബട്ട് ജോൺസി ഡിഡ് നോട്ട് ആൻസർ. പക്ഷേ ജോൺസി ആൻസർ ഒന്നും പറഞ്ഞില്ല. ദ മോസ്റ്റ് ലോൺലി തിങ് ഇൻ ദ വേൾഡ് ഇസ് എ സോൾ വെൻ ഇറ്റ് ഈസ് പ്രിപ്പയറിംഗ് ടു ഗോ ഓൺ ഇറ്റ്സ് ഫാർ ജേർണി. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സോൾ എന്ന് വെച്ചാൽ ആത്മാവ്. അതായത്
ഏറ്റവും ലോൺലി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പയർ ചെയ്യുവാണ്, അത് എന്നുവെച്ചാൽ മരിക്കാൻ പോവാണ് എന്നൊരു ആ ഒരു ഫീലിങ്ങിൽ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല. ആണ് ഏറ്റവും ലോൺലി ആയിട്ടുള്ള ഒരു തിങ്. ദ ടൈസ് ദാറ്റ് ഹെൽഡ് ഹെർ ടു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ടു എർത്ത് വർ ബ്രേക്കിംഗ് വൺ ബൈ വൺ. അതായത് ഈ ലോകം വിട്ട് നമ്മൾ പോകുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ദ ടൈസ് ദാറ്റ് ഹെൽഡ് ഹെർ ടു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ടു എർത്ത് വർ ബ്രേക്കിംഗ് വൺ ബൈ വൺ. The day slowly passed. As it drew dark, they could still see the leaf hanging from its branch against the wall. അപ്പം ദ ഡേ, അതായത് രാത്രി ആകാൻ തുടങ്ങി, ഡാർക്കായി. ഇപ്പോഴും ആ ലീഫ് അവിടെ തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, അത് ബ്രാഞ്ചിലുണ്ട്. ആൻഡ് ദെൻ ആസ് എ നൈറ്റ് കം ദ നോർത്ത് വിൻഡ് ബിഗാൻ എഗെയിൻ ടു ബ്ലോ. രാത്രിയായി, അപ്പം വിൻഡ് പിന്നെയും വീശാൻ തുടങ്ങി. ദ റെയിൻ സ്റ്റിൽ ബീറ്റ് എഗെയിൻസ്റ്റ് ദ വിൻഡോ. അപ്പം മഴ നല്ലോണം പെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം, വിൻഡോ വഴിയും കാണാം, നല്ലോണം അടിച്ചടിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. When it was light enough the next morning, Johnsy again commanded that she would be allowed to see. അപ്പം അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ ജോൺസി പെട്ടെന്ന് സൂവിനെ കമാൻഡ് ചെയ്ത് അത് തുറന്ന് കാണണം അവിടെ ലീഫ് ഉണ്ടോ ഇല്ലെന്ന്. ദ ലീഫ് വാസ് സ്റ്റിൽ ദെയർ. അപ്പം പിന്നെ തുറന്നപ്പം കണ്ടത് ആ ലീഫ് അവിടെ തന്നെയുണ്ട്. ജോൺസി ലേ ഫോർ എ ലോങ് ടൈം ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ജോൺസി കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്നു അതിനെ നോക്കിക്കൊണ്ട്. ആൻഡ് ദെൻ ഷീ കോൾഡ് ടു സൂ ഹു വാസ് കുക്കിംഗ് സംതിങ് ഫോർ ഹെർ ടു ഈറ്റ്. അപ്പം സൂവിനെ വിളിച്ചു. സൂ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോൺസിക്ക് കഴിക്കാൻ വേണ്ടി. ഐ ഹാവ് ബീൻ എ ബാഡ് ഗേൾ സൂ സെഡ് ജോൺസി. അപ്പോൾ ജോൺസി പറയുകയാണ്, സൂ ഞാനൊരു ബാഡ് ഗേൾ ആണ്. സംതിങ് ഹാസ് മേഡ് ദാറ്റ് ലാസ്റ്റ് ലീഫ് സ്റ്റേ ദർ ടു ഷോ മീ ഹൗ ബാഡ് ഐ വാസ്. അപ്പോൾ എന്തോ തടഞ്ഞ് അവിടെ ആ ലീഫിനെ നിർത്തിയിട്ടുണ്ട്, ഞാനൊരു ബാഡ് ആണെന്നുള്ളത് എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടി. അതെന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് റോങ് ടു വോണ്ട് ടു ഡൈ. അതായത് നമ്മൾ മരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സിന്നാണ്, അത് ഒരു തെറ്റാണ് എന്ന് പറയുവാണ്. ഐ വിൽ ട്രൈ ടു ഈറ്റ് നൗ, ബട്ട് ഫസ്റ്റ് ബ്രിങ് മീ എ ലുക്കിംഗ് ഗ്ലാസ് സോ ദാറ്റ് ഐ ക്യാൻ സീ മൈസെൽഫ് ആൻഡ് ദെൻ ഐ വിൽ സിറ്റ് അപ്പ് ആൻഡ് വാച്ച് യു കുക്ക്. അതായത് ഇതിന് മുമ്പുള്ള കഥയിൽ നമ്മൾ കണ്ടില്ലായിരുന്നു, സൂ ഫുഡ് കൊടുക്കാൻ ട്രൈ ചെയ്യാൻ എന്ന് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ജോൺസി ഇല്ല എന്ന് പറഞ്ഞ് വാശി പഠിക്കുന്നു, കഴിക്കില്ലെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പം ജോൺസി ആ ഒരു ലീഫിനെ കാണുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം വരുവാണ്. അതുപോലെ ജോൺസി പറയുവാണ്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോകാം, ഞാൻ എന്തെങ്കിലും കഴിക്കാം. അതുപോലെ ഫസ്റ്റ് എനിക്ക് എന്ത് കൊണ്ടുവരാമെന്ന് വെച്ചാൽ എനിക്കൊരു മിറർ, ലുക്കിംഗ് ഗ്ലാസ് കൊണ്ടുപോകാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ണാടി കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇരുന്ന് സൂ കുക്ക് ചെയ്യുന്നത് വാച്ച് ചെയ്യാം എന്ന് പറയുവാണ്. ആൻഡ് അവർ ലേറ്റർ ഷീ സെഡ്, സൂ സം ഡേ ഐ ഹോപ്പ് ടു പെയിൻറ്റ് ദ ബേ ഓഫ് നേപ്പിൾസ്. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോൺസി സൂവിനോട് പറയുവാണ്, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് എന്താണ്, ഞാൻ എപ്പോഴെങ്കിലും ബേ ഓഫ് നേപ്പിൾസ്, കാരണം ജോൺസിയുടെ ഒരു ആഗ്രഹമാണ് ബേ ഓഫ് നേപ്പിൾസ് പെയിൻറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യണം. ദ ഡോക്ടർ കെയിം ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഡോക്ടർ ആഫ്റ്റർനൂൺ എത്തി. സൂ ഫോളോഡ് ഹിം ഇൻ ടു ദ ഹോൾ ഔട്ട്സൈഡ് ജോൺസീസ് റൂം ടു ടോക്ക് ടു ഹിം. The chances are good, said the doctor. He took Sue's thin, shaking hands in his. Give her good care, and she will get well. And now I must see another sick person in this house. അപ്പം നമ്മുടെ ഡോക്ടർ നൂണായപ്പം വന്നു, ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ചാൻസസ് ആർ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഷീസ് ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സൂടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഗീവ് ഹെർ ഗുഡ് കെയർ, നല്ല കെയർ കൊടുക്ക് ജോൺസിക്ക്, ഷീ വിൽ ഗെറ്റ് വെൽ എന്ന് പറഞ്ഞ് നമ്മുടെ സൂവിനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊരു സിക്ക് പേഴ്സണെ കാണാൻ പോകണം, ഈ ഫ്ലോറിൽ തന്നെയുള്ള ഈ ഹൗസിലുള്ളത്. അയാളുടെ പേരാണ് ബെർമാൻ. സോ ബെർമാന് അസുഖം പിടിച്ചു. സോ ഹിസ് നെയിം ഈസ് ബെർമാൻ, എ പെയിൻറ്റർ ഐ ബിലീവ്. ന്യൂമോണിയ ടു. അപ്പോൾ ബെർമാനും ന്യൂമോണിയ പിടിപെട്ടു. മൈക്ക് ഈസ് ആൻ ഓൾഡ് വീക്ക് മാൻ, ഹീ ഈസ് വെരി ഇൽ. അപ്പോൾ ജസ്റ്റ് റെഫർ ചെയ്ത് പറയുവാണ്, ഹീ ഈസ് ആൻ ഓൾഡ് മാൻ, വീക്ക് മാൻ ആണ്, വെരി ഇല്ലായിട്ടിരിക്കുവാണ്. ദർ ഇസ് നോ ഹോപ്പ് ഫോർ ഹിം. അദ്ദേഹത്തിന് ഒരു ഹോപ്പും ഇല്ല തിരിച്ച് ജീവിതത്തിലോട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ന്യൂമോണിയ പിടിപെട്ടത് കുറച്ച് സിവിയറായി എന്ന് പറയുവാണ്. ബട്ട് വി ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ ടുഡേ, ഹി വിൽ മേക്ക് ഇറ്റ് ആസ് ഈസി ഫോർ ഹിം ആസ് വി ക്യാൻ. അപ്പം ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, എന്തായാലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ദ നെക്സ്റ്റ് ഡേ ദ ഡോക്ടർ സെഡ് ടു സൂ, ഷീ ഈസ് സേഫ്, യു ഹാവ് ഡൺ ഇറ്റ്, ഫുഡ് ആൻഡ് കെയർ നൗ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത ദിവസം ഡോക്ടർ സൂവിനോട് പറയുവാണ്, നമ്മുടെ ജോൺസി സേഫാണ്, ഇനി നല്ല ഫുഡെല്ലാം കൊടുക്ക്, ഷി വിൽ ഓവർകം എവറിത്തിങ് എന്ന് വെച്ചാൽ എല്ലാം റെഡി ആവാണ് എന്ന് പറയുവാണ്. ആൻഡ് ദാറ്റ് ആഫ്റ്റർനൂൺ സൂ കെയിം ടു ദ ബെഡ് വെർ ജോൺസിയിലെ. ആഫ്റ്റർ നൂണിൽ നമ്മുടെ സൂ നമ്മുടെ ജോൺസിയുടെ ബെഡിൻ്റെ അരികെ വരുവാണ്. ഷി പുട്ട് വൺ ആം അറൗണ്ട് ഹെർ. ഐ ഹാവ് സംതിങ് ടു ടെൽ യു, ഷീ സെഡ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മിസ്റ്റർ ബെർമാൻ ഡൈഡ് ഓഫ് ന്യൂമോണിയ ടുഡേ ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പം ബെർമാൻ ഇന്ന്
ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഹി വാസ് ഇൽ ഓൺലി 2 days. 2 ദിവസമായിട്ട് ആ ന്യൂമോണിയ പിടിപെട്ടത്. സമ്മൺ ഫൗണ്ട് ഹിം ഇൻ ദ മോർണിംഗ് ഓഫ് ദ ഫസ്റ്റ് ഡേ ഇൻ ഹിസ് റൂം. ഹി വാസ് ഹെൽപ്ലെസ് വിത്ത് പെയിൻ. അപ്പോൾ ആരോ കണ്ടു നമ്മുടെ ബർമാൻ ഹെൽപ്ലെസ് ആയിട്ട്, എന്ന് വെച്ചാൽ പെയിനിൽ വേദന കാരണം ന്യൂമോണിയ പിടിപെട്ട് അങ്ങനെ വീക്കാണല്ലോ ആൾ, അങ്ങനെ കിടക്കുന്നത് കണ്ടു. ഹിസ് ഷൂസ് ആൻഡ് ഹിസ് ക്ലോത്ത്സ് വെർ വെറ്റ് ആൻഡ് ആസ് കോൾഡ് ആസ് ഐസ്. അപ്പോൾ അയാളുടെ ഷൂസും ക്ലോത്ത്സും എല്ലാം നല്ല നനഞ്ഞ് നല്ല കോൾഡ് ഐസായിട്ട്, എന്ന് വെച്ചാൽ നല്ല തണുപ്പ്. അവരുടെ ക്ലൈമറ്റ് വിൻ്റർ, അവരുടെ ഭയങ്കര തണുപ്പുള്ള ക്ലൈമറ്റാണ് അവിടെ. അപ്പോൾ ഭയങ്കര ഐസായിട്ടിരിക്കുന്നു എന്ന് പറയുവാണ്. എവരി വൺ വണ്ടേർഡ് വേർ ഹി ഹാഡ് ബീൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കും, എന്ന് വെച്ചാൽ അതിശയിക്കുമായിരുന്നു അദ്ദേഹം എവിടെയായിരുന്നു, കാരണം ഈ ക്ലോത്തും ഈ ഷൂസും ഒക്കെ ഇത്രയും വെറ്റായിട്ടിരിക്കാൻ കാര്യം. ദ നൈറ്റ് ഹാഡ് ബീൻ സോ കോൾഡ് ആൻഡ് വൈൽഡ്. അതുപോലെ നൈറ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ ഭയങ്കര കോൾഡായിരുന്നു, ഭയങ്കര വൈൽഡായിരുന്നു. എന്ന് വെച്ചാൽ വൈൽഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയും അങ്ങനെ ഭയങ്കര ഒരു വൈൽഡായിട്ടുള്ളൊരു എൻവയറമെൻ്റ് ആയിരുന്നു നൈറ്റ്. ആൻഡ് ദെൻ ദേ ഫൗണ്ട് സം തിങ്സ്. അത് കഴിഞ്ഞ് അവർ വേറെ കാര്യങ്ങളും കണ്ടു അവിടെ. ദർ വാസ് എ ലൈറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ലാൻഡേൺ ആയിരിക്കാം, വിളക്കായിരിക്കാം. ദാറ്റ് ഹി ഹാഡ് ടേക്കൺ ഔട്ട്സൈഡ്. അദ്ദേഹം വിളക്കും എടുത്ത് വെളിയിൽ പോയിരുന്നു. ആൻഡ് ദർ വെർ ഹിസ് മെറ്റീരിയൽസ് ഫോർ പെയിൻറ്റിങ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു. ദർ വാസ് പെയിൻറ്റ്, ഗ്രീൻ പെയിൻറ്റ് ആൻഡ് യെല്ലോ പെയിൻറ്റ് ആൻഡ് അങ്ങനെ പറയുവാണ് ഏതൊക്കെ പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ പെയിൻറ്റ് ഉണ്ടായിരുന്നു, യെല്ലോ പെയിൻറ്റ് ഉണ്ടായിരുന്നു. ലുക്ക് ഔട്ട് ദ വിൻഡോ. ഇനി സൂ പറയുവാണ് ജോൺസിയോട്, ലുക്ക് ഔട്ട് ദ വിൻഡോ. വിൻഡോയുടെ വെളിയിലോട്ട് നോക്കിക്കേ. ഡിയർ, അറ്റ് ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വാൾ. ആ വാളിൽ ഒരു ലാസ്റ്റ് ലീഫ് നിൽക്കുന്നില്ലേ? ഡിഡിൻറ്റ് യു വണ്ടർ വൈ ഇറ്റ് നെവർ മൂവ്ഡ് വെൻ ദ വിൻഡ് വാസ് ബ്ലോയിങ്. നീ അതിശയിച്ചില്ലേ ഇത്രയും ശക്തമായ കാറ്റ് വന്നിട്ടും എന്തുകൊണ്ട് ആ ഒരു ലീഫ് മാത്രം താഴെ വീണില്ലെന്നും? ഓ മൈ ഡിയർ, ഇറ്റ് ഈസ് ബർമാൻസ് ഗ്രേറ്റ് മാസ്റ്റർ പീസ്. ഹീ പെയിൻറ്റഡ് ഇറ്റ് ദെയർ ദ നൈറ്റ് ദാറ്റ് ദ ലാസ്റ്റ് ലീഫ് ഫെൽ. അപ്പം നമ്മുടെ സൂ ജോൺസിയോട് പറയുവാണ്, ആ ലീഫ് വരച്ചത് ബർമാനാണ്, ബർമാൻ്റെ മാസ്റ്റർ പീസാണ്. ബർമാൻ വരയ്ക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ജോൺസിക്ക് ഹോപ്പില്ലാതെ ജോൺസി ഇങ്ങനെ ആ ഒരു ലീഫ് വീഴുമ്പോൾ താനും മരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇരുന്നില്ലേ. അപ്പോൾ ഈ കഥ അറിഞ്ഞ ബർമാൻ ആക്ച്വലി നമ്മുടെ ജോൺസിക്ക് കോൺഫിഡൻസ് വരാൻ വേണ്ടി ആ രാത്രിയിൽ വരച്ച ആ കോൾഡ് വിൻഡും തരണം ചെയ്ത് ആ ലാൻഡേണും എടുത്ത് പോയി വരച്ച ഒരു മാസ്റ്റർ പീസാണ്. അദ്ദേഹത്തിൻ്റെ ആ മാസ്റ്റർ പീസാണ് ആ ലാസ്റ്റ് ലീഫ്. ഈ ലാസ്റ്റ് ലീഫ് എന്ന O. ഹെൻറി എഴുതിയ ഷോർട്ട് സ്റ്റോറിയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഹോപ്പ്. അതായത് ദ ഓതർ എയിംസ് ടു ഹൈലൈറ്റ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് പേഴ്സൺ ടു ഹാവ് വിൽ പവർ ആൻഡ് ഹോപ്പ്. അതായത് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യന്, ഏതൊരവസ്ഥയിലും ആയിക്കോട്ടെ, ആ മനുഷ്യന് വിൽ പവറും വേണം, ഹോപ്പും വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാൻ ഒക്കും. ഹോപ്പാണ് ഈ സ്റ്റോറിയുടെ തീം. I hope you are clear with this explanation. If you feel this class useful, please share with your friends too. Thank you.